ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഇൻസൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC 2017 നടത്തിയ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി ഇൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്ന ചോദ്യപേപ്പറാണ്. ഈ ചോദ്യപേപ്പർ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ കേരള PSC നടത്തുന്ന എക്സാംസുകൾക്ക് ഉപകാരപ്രദമായിരിക്കും. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, പാരമീസിയം റീപ്രൊഡ്യൂസസ് സെക്ഷുവലി ബൈ ഓപ്ഷൻസ് കോൺജുഗേഷൻ, ബൈനറി ഫിഷൻ, മൾട്ടിപ്പിൾ ഫിഷൻ, ബഡ്ഡിംഗ്. ചോദ്യം ഇതാണ്: പാരമീസിയത്തിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബൈനറി ഫിഷൻ എന്ന പ്രോസസ്സിൽ കൂടെയാണ് പാരമീസിയത്തിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, നെയിം ദ ലാർജസ്റ്റ് ലിവിങ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്. ഓപ്ഷൻസ് പിജിയൻ, ക്രെയിൻ, സ്ത്രുതിയോ, വൾച്ചർ. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലാർജസ്റ്റ് ഏറ്റവും വലിയ പറക്കാത്ത പക്ഷി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്ത്രുതിയോയാണ് ഏറ്റവും വലിയ പറക്കാത്ത പക്ഷി. അതിൻ്റെ ജീനസ് ആഫ്രിക്കൻ ഓസ്ട്രിച്ചസ് ആണ്. ആഫ്രിക്കയിൽ നിന്നുള്ള ഓസ്ട്രിച്ച് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ബേർഡാണ് സ്ത്രുതിയോ. ലോകത്തിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും വലിയ പറക്കാത്ത പക്ഷിയാണ് ഇത്. മൂന്നാമത്തെ ചോദ്യം, ഫൈലേറിയാസിസ് ഈസ് കോസ്ഡ് ബൈ. ഫൈലേറിയാസിസിന് കാരണമാകുന്നത് എന്താണ്? ഓപ്ഷൻസ് എസ്കേറീസ്, വുഷേറിയ, ഫാസിയോള, ടേപ്വം. ഫൈലേറിയാസിസിന് കാരണമാകുന്ന വേംസ് ആണ് വുഷേറിയ. വുഷേറിയ എന്ന് പറയുന്ന വേംസ് മൂലമാണ്, അതൊരു വിരയാണ്, അതുമൂലമാണ് ഫൈലേറിയാസിസ് ഉണ്ടാകുന്നത്. ഫൈലേറിയാസിസ് ഒരു അസുഖമാണ്. നാലാമത്തെ ചോദ്യം, വിച്ച് ഈസ് എ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. താഴെ പറയുന്നവയിൽ ഒരു ശുദ്ധജലത്തിൽ വളരുന്ന സ്പോഞ്ചിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ് സൈക്കോൺ, യൂപ്ലക്റ്റെല്ല, യൂസോഞ്ചിയ, സ്പോഞ്ചില്ല. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്പോഞ്ചില്ലയാണ് ശരി ഉത്തരം. ദേ ആർ ഇൻവേർട്ടിബ്രേറ്റ്, അത് ഇൻവേർട്ടിബ്രേറ്റ്സിന് എക്സാമ്പിളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ബാക്ക് ബോൺസ് ഉണ്ടാവില്ല, നട്ടെല്ല് ഉണ്ടാവില്ല. അഞ്ചാമത്തെ ചോദ്യം, ഇൻ മാമൽസ് നമ്പർ ഓഫ് നെക്ക് വെർട്ടിബ്രേ ഈസ്. സസ്തനികളിൽ കഴുത്തിൽ എത്ര അസ്ഥികളാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻസ് 2, 5, 10, 7. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 7. മാമൽസ് ഹാവ് 7 സെർവിക്കൽ വെർട്ടിബ്രേ. ആറാമത്തെ ചോദ്യം, വിച്ച് ഈസ് എ ലിവിങ് ഫോസിൽ. താഴെ തന്നിരിക്കുന്നതിൽ ലിവിങ് ഫോസിലിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് സെപ്പിയ, ടെറേഡോ, നിയോപ്പിലിന, സ്റ്റാർഫിഷ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, നിയോപ്പിലിനയാണ് ലിവിങ് ഫോസിലിന് ഉദാഹരണം. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എക്കിനോഡം. ഓപ്ഷൻസ് ഒഫിയോട്രിക്സ്, എസ്കാരിസ്, സീലില്ലി, സ്റ്റാർഫിഷ്. താഴെ തന്നിരിക്കുന്നവയിൽ എക്കിനോഡം ഏതാണ് അല്ലാത്തതെന്നാണ് ചോദ്യം. എക്കിനോഡം എന്താണെന്ന് നോക്കാം. എക്കിനോഡം ഈസ് എനി മെമ്പർ ഓഫ് ദ ഫൈലം എക്കിനോഡെർമറ്റ ഓഫ് മറൈൻ ആനിമൽസ്. അതായത് സമുദ്രജലത്തിലൊക്കെ ജീവിക്കുന്ന ജീവികളാണ് എക്കിനോഡം എന്ന് പറയുന്നത്. ഇതിൽ ഓപ്ഷൻ ബി അസ്കാരിസ് ആണ് ഇതിൽ ഉൾപ്പെടാത്തത്. എക്കിനോഡം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്ത ജീവിയാണ് അസ്കാരിസ്.
8ാമത്തെ ചോദ്യം, ടസ്ക് ഓഫ് എലിഫൻറ്റ് ഈസ് മോഡിഫൈഡ്. അതായത് എലിഫൻറ്റിൻ്റെ കൊമ്പ് എന്ത് മോഡിഫൈ ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അപ്പർ ഇൻസിസേഴ്സ്, ലോവർ ഇൻസിസേഴ്സ്, അപ്പർ കനൈൻസ്, അപ്പർ മൊളാസ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. എലിഫൻറ്റിൻ്റെ ആനയുടെ അപ്പർ ഇൻസിസേഴ്സ് മോഡിഫൈ ചെയ്താണ് അതിൻ്റെ കൊമ്പ് ഫോം ചെയ്തിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം, എക്സ്ക്രീഷൻ ഈസ് യൂറികോട്ടലിക് ഇൻ ഡാഷ്. യൂറികോട്ടലിക് ആയിട്ടുള്ള ആനിമൽസിലല്ല ജീവികളിൽ എങ്ങനെയാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്? ഈ യൂറികോട്ടലിക് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ദ സ്പീഷീസ് ദാറ്റ് എക്സ്ക്രീറ്റ് യൂറിക് ആസിഡ് വേസ്റ്റ് ആർ കോൾഡ് യൂറികോട്ടലിക് ഓർഗാനിസംസ്. എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡിനെ പുറന്തള്ളുന്ന ഓർഗാനിസത്തിനെയാണ് യൂറികോട്ടലിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് യൂറികോട്ടലിക് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ആംഫിബിയൻസ്, ഫിഷസ്, റെപ്റ്റൈൽസ്, മാമൽസ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. റെപ്റ്റൈൽസ് അഥവാ ഉരഗങ്ങളാണ് യൂറികോട്ടലിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന് ഉദാഹരണം. അവ യൂറിക് ആസിഡാണ് വേസ്റ്റായിട്ട് പുറന്തള്ളുന്നത്. 10ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ആൻ ആൻറ്റി കൊയാഗുലൻറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ആൻറ്റി കൊയാഗുലൻറ്റിന് ഉദാഹരണം ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം ആൻറ്റി കൊയാഗുലൻറ്റ് എന്താണെന്ന് പഠിക്കാം. ആൻറ്റി കൊയാഗുലൻറ്റ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ എബിലിറ്റി ഓഫ് ദ ബ്ലഡ് ടു ക്ലോട്ട്. അതായത് ബ്ലഡ് കട്ട പിടിക്കുന്നത് തടയുന്നതാണ് ആൻറ്റി കൊയാഗുലൻ്റ് എന്ന് പറയുന്നത്. ആൻറ്റി കൊയാഗുലൻ്റ് ഡ്രഗ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ ടു റെഡ്യൂസ് ദ എബിലിറ്റി ഓഫ് ദി ബ്ലഡ് ടു ക്ലോട്ട്. രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് മരുന്നാണ് ആൻറ്റി കൊയാഗുലൻ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആൻറ്റി കൊയാഗുലൻ്റ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഹെപ്പാരിൻ, യൂറിയ, ഗ്ലൂക്കോസ്, അമോണിയ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹെപ്പാരിൻ ആണ് ആൻറ്റി കൊയാഗുലൻ്റ് ഡ്രഗ്സിന് ഉദാഹരണമായിട്ട് വരുന്നത്. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. ഡാഷ് ഈസ് ആൻ ആഗ്രനോലൂസൈറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ആഗ്രനോലൂസൈറ്റിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ന്യൂട്രോഫില്ല്, ബേസോഫില്ല്, എറിത്രോസൈറ്റ്, മോണോസൈറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മോണോസൈറ്റ് ആണ് ഒരു ആഗ്രനോലൂസൈറ്റിന് ഉദാഹരണം. ഇനി ആഗ്രനോലൂസൈറ്റ് എന്ന് വെച്ചാൽ അതൊരു വൈറ്റ് ബ്ലഡ് സെല്ലായിരിക്കും, ശ്വേതരക്താണുവായിരിക്കും, വിത്ത് നോൺ ഗ്രാനുലർ സൈറ്റോപ്ലാസം ആൻഡ് ലാർജസ്റ്റ് സ്പെറിക്കൽ ന്യൂക്ലിയസ്. അതിന് നോൺ ഗ്രാനുലർ സൈറ്റോപ്ലാസം ഉണ്ടാവും, അതേപോലെ തന്നെ അതിന് ലാർജസ്റ്റ് സ്പെറിക്കൽ ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ന്യൂക്ലിയസിന് വലിപ്പം കൂടുതലായിരിക്കും, സ്പെറിക്കൽ ഷേപ്പുമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ആഗ്രനോലൂസൈറ്റിന് ഉദാഹരണമാണ് മോണോസൈറ്റ്. അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. ABO ബ്ലഡ് ഗ്രൂപ്പ്സ് വെയർ ഐഡൻറ്റിഫൈ വൈ. ABO എന്നീ ബ്ലഡ് ഗ്രൂപ്പുകൾ ആരാണ് ഐഡൻറ്റിഫൈ ചെയ്തത്? ഓപ്ഷൻസ്: ലാമാർക്ക്, കാൾ ലാൻഡ്സ്റ്റൈനർ, ഗ്രിഗർ മെൻഡൽ, റോബർട്ട് കോച്ച്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് ABO എന്നീ ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടെത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മിക്ക എക്സാംസിലും ചോദിക്കാറുള്ളതുമാണ്. 13ാമത്തെ ചോദ്യം. വിച്ച് ഹോർമോൺ കോസസ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. അതായത് ശിശുവിന് ജന്മം കൊടുക്കുന്ന സമയത്ത് യൂട്രസ് കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഹോർമോൺ ഏതാണ്? യൂട്രസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ഹോർമോൺ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: തൈറോക്സിൻ, ഓക്സിറ്റോസിൻ, പ്രൊജസ്റ്ററോൺ, ഈസ്ട്രജൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ് യൂട്രസിൻ്റെ കോൺട്രാക്ഷന് കാരണമായിട്ടുള്ള ഹോർമോൺ. 14ാമത്തെ ചോദ്യം.
വിച്ച് among the following is a limbless amphibian? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലിംബ് ഇല്ലാത്ത ആംഫീബിയനായിട്ട് വരുന്നത്? ഓപ്ഷൻസ് ഫ്രോഗ്, ടോഡ്, സലമാൻഡർ, ഇക്തിയോഫിസ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇക്തിയോഫിസ് ആണ് ലിംബ്ലെസ് ആംഫീബിയന് ഉദാഹരണമായിട്ട് വരുന്നത്. 15ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. താഴെ തന്നിരിക്കുന്നതിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണം എഴുതുക. ഓപ്ഷൻസ് അസറ്റിൽ കൊലീൻ, വാസോപ്രസിൻ, ഇൻസുലിൻ, ഗ്ലൂക്കോസ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. അസറ്റിൽ കൊലീൻ ആണ് ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണമായിട്ട് വരുന്നത്. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. ടു ചാർജസ് ഇൻട്രാക്ട് ഈവൻ ഈഫ് ദേ ആർ നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. അതായത് രണ്ട് ചാർജുകൾ വെച്ചിരിക്കുന്നു, അവ തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും അവ ചാർജ് ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ട്രൂ, ഫോൾസ്, പാർഷ്യലി ട്രൂ, പാർഷ്യലി ഫോൾസ്. ഈ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്, ട്രൂ ആണ്. ടു ചാർജസ് ഇൻട്രാക്ട് ഈവൻ ഇഫ് ദേ ആർ നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. രണ്ട് ചാർജുകൾ പരസ്പരം ആകർഷിക്കുന്നതിനോ വികർഷിക്കുന്നതിനോ അവ പരസ്പരം ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ചാർജുകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യും. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. എമംഗ് ദ വേരിയസ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് വിച്ച് കോൺഫിഗറേഷൻ ക്യാൻ ഓപ്പറേറ്റ് അറ്റ് ഹയർ ഫ്രീക്വൻസി? താഴെ പറയുന്ന ആംപ്ലിഫയർ സർക്യൂട്ടുകളിൽ, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ടുകളിൽ ഹയർ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, കോമൺ ബേസ്, നൺ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. കോമൺ ബേസ് ആണ് ഹയർ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്മിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്. 18ാമത്തെ ചോദ്യം. ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻ്റർഫെറൻസ്. ഇത് ഏതു തിയറിയുടെ ബേസിലാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിശദീകരിക്കാൻ സാധിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വേവ് തിയറി, കോർപ്പസ്കുലർ തിയറി, ക്വാണ്ടം തിയറി, റേഡിയേഷൻ തിയറി. വേവ് തിയറിയുടെ ഫോർമുലയാണ് നമുക്ക്, വേവ് തിയറിയുടെ ബേസിസിൽ ആണ് നമുക്ക് ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. എനർജി ഇക്വലൻ്റ് ഓഫ് 1 കിലോഗ്രാം ഓഫ് കോൾ. അതായത് 1 കിലോഗ്രാം കോളിൽ എത്ര എനർജി ഉണ്ടാവും എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് 9 × 10⁻7 ജൂള്, 9 × 10⁻16 ജൂള്, 9 × 10⁻15 ജൂള്, 9 × 10⁻9 ജൂള്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 കിലോഗ്രാം കോളിൽ 9 × 10⁻⁸ ജൂൾ എനർജി ആയിരിക്കും ഉണ്ടാവുക. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. പ്രിൻസിപ്പിൾ ഓഫ് STM ഈസ് ബേസ്ഡ് ഓൺ. STMൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ്, കോർപ്പസ്കുലാർ തിയറി, ക്വാണ്ടം ടണലിംഗ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. STMൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് ക്വാണ്ടം ടണലിംഗ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പോൾ നമ്മൾ ഇന്ന് 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ചോദ്യപേപ്പറിൻ്റെ തുടർച്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്